മറ്റ് ചില വാർത്തകൾ കൂടി, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വളരെ വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർമാർ കൂടെ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് എന്നിവർ കൂടി വിവരങ്ങൾ നൽകും. ആദ്യം നമുക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. അവിടെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം രാജ്യത്തെ കോവിഡ് കേസുകൾ 7000-ന് മുകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെയാണ് ഏറ്റവും അധികം രോഗികൾ ഉള്ളതും എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഏറ്റവും അധികം ജാഗ്രത പാലിക്കണമെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. മറ്റൊന്ന്, മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത തുടരുകയാണ്. പ്രഥമ പരിഗണന സമാധാനത്തിന് തന്നെ എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും അവിടെ സമാധാനം പുലരുന്നില്ല എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഉഷ്ണതരംഗമാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. അത്തരം വാർത്തകളുടെ വിശദാംശങ്ങളൊക്കെ തേടാം. ഡി ധനസുമോദിലേക്കാണ്. ധനസുമോദ്, നമ്മളിവിടെ മഴയാണ്, എപ്പോഴും പുറത്തിറങ്ങാൻ വയ്യ എന്നൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത ചൂടിലാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നറിയുന്നു. എത്രയാണ് ഇപ്പോൾ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്? ജീവിതം ദുസ്സഹമാണോ ഡൽഹിയിൽ? കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നൊരു ഇൻ്റർവ്യൂവിന് വന്ന എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഡൽഹിയിലേക്ക് പോകുമ്പോൾ ആ ഒരു അടുപ്പിന് മുന്നിലിരിക്കുന്നത് പോലെയാണ്. കാര്യം ചൂട് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷ തുടങ്ങിയ ഇരുചക്ര വാഹനങ്ങളിലൊന്നും യാത്ര പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വലിയ തരത്തിലുള്ള ചൂട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഷ്ണതരംഗം ഇപ്പോൾ 43 ഡിഗ്രിയാണ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉഷ്ണതരംഗത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതാണ് പ്രധാനമായും കാലാവസ്ഥാ മാറ്റത്തിലെ വലിയ പ്രശ്നം. കാര്യം കേരളത്തിൽ നിന്ന് പലപ്പോഴും മഴ കൊണ്ട് പല പണികളും കേരളത്തിൽ നിന്ന് നടക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു മഴയെങ്കിലും, ഒന്നൊരു ചാറ്റ മഴയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. കാര്യം മണിപ്പൂരിൽ ആദ്യം ഈ ബീരൻ സിംഗിൻ്റെ പിന്തുണയുണ്ടായിരുന്ന മെയ്തൈ സംഘടനകൾക്കെതിരെ വലിയ ശക്തമായ നടപടികളൊന്നും ആദ്യം എടുത്തിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ ബീരൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും അവിടെ ഗവർണർ ഭരണം തുടങ്ങുകയും ചെയ്തതോടുകൂടി ഈ നേരത്തെ FIR ഇട്ടിരിക്കുന്ന പ്രതികളെ ഓരോരുത്തരായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്രമത്തിന് നേതൃത്വം കൊടുത്തിരുന്നവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അവരെ വിട്ടുതരണം എന്നുള്ള ആവശ്യപ്പെട്ട് 10 ദിവസത്തെ ഹർത്താലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി 7 ദിവസം തന്നെ വളരെ ശക്തമായ ഈ ഹർത്താൽ തന്നെയാണ് നടത്തും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. JCB കൊണ്ടുവന്ന് റോഡ് കുത്തിപ്പൊളിച്ച് വലിയ ഗർത്തങ്ങൾ തന്നെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ പല റോഡുകളിലും ഉണ്ടാക്കിയിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടഞ്ഞ് തങ്ങളുടെ നേതാക്കന്മാരെ വിട്ടുതരണം എന്നുള്ള ആവശ്യം തന്നെയാണ് മണിപ്പൂർ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയം, CPM സംഘം, MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കാശ്മീർ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവർ ഇത് വാർത്താ സമ്മേളനത്തിലൂടെ അവർ കാശ്മീരിൽ കണ്ടതെന്താണ്, ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്താറുണ്ട്. MA ബേബി, AR റഹീം തുടങ്ങിയ MP-മാരാണ് വാർത്താ സമ്മേളനത്തിന് വരുന്നത്. അതാണ് നമ്മൾ മറ്റൊരു വാർത്തയായി ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും ഒടുവിൽ ശശി തരൂർ വിദേശത്തേക്ക് പോവുകയാണ്. കാര്യം ശശി തരൂരിനെ കേന്ദ്രീകരിച്ചായിരുന്നു വിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പല നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ചെങ്കിൽ പോലും ഇന്ത്യയിലെത്തിയ ശേഷം കോൺഗ്രസ് തരൂർ കോൺഗ്രസിനെതിരെയോ ഒന്നും സംസാരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ കോളുകളൊക്കെ തൽക്കാലത്തേക്ക് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയം കെട്ടടങ്ങിയിരിക്കുന്നത്. ശരി, എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ